കൂവപ്പടി പഞ്ചായത്തിലെ വല്ലം തൊടാപ്പറമ്പ് വഞ്ചിപ്പറമ്പ് റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമെന്ന പരാതി. മഴ പെയ്താൽ റോഡിന് സമീപത്തെ വീടുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വല്ലം തൊടാപ്പറമ്പ് വഞ്ചിപ്പറമ്പ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. മുമ്പ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലുകൾ ഉൾപ്പെടുത്തി അശാസ്ത്രീയമായാണ് റോഡ് നിർമ്മാണമെന്ന് കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നിർമ്മാണം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന റോഡാണ് ഈ വല്ലം തൊടാപ്പറമ്പ് വഞ്ചിപ്പറമ്പ് റോഡ് എന്ന് പറയുന്ന റോഡ്. അത് ഗ്രാമീണ റോഡുകളെ മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണ രീതി ആരംഭിച്ചത്. നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടു കൂടിയാണ് ഈ നിർമ്മാണത്തിൽ ഞങ്ങളെല്ലാവരും പങ്കാളികളായത്. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ രീതി കഴിഞ്ഞ് ഇത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലൂടെയാണ് കൂടുതൽ ഭാഗവും ഈ റോഡ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന രൂപത്തിൽ എനിക്ക് ഈ അഭിപ്രായം പറയേണ്ടി വരുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ നിലവിൽ ഇപ്പോൾ ജനങ്ങൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു അശാസ്ത്രീയതയാണ് മനുഷ്യന് ബോധ്യപ്പെടുന്നത്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചതുപ്പ് നിലങ്ങളിലൊക്കെ പണിയുമ്പോൾ ഉണ്ടാകുന്ന ബേസ്മെൻറ്റ് ക്ലിയർ ചെയ്ത് 40 സെൻറ്റിമീറ്ററോളം GSP ഇട്ട് ആണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. നിലവിൽ തന്നെ ഈ റോഡ് വാഹനങ്ങൾ നിരവധിയായിട്ട് പോകുന്നതും ബസ് പോകുന്നതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു റോഡാണിത്. ഈ റോഡിൻ്റെ മണ്ണ് മാറ്റിയിട്ട് 40 സെൻറ്റിമീറ്ററോളം കനത്തിൽ GSP ഇട്ടല്ല നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇത് നിലവിലുള്ള റോഡിൻ്റെ മുകളിലോട്ട് 40 സെൻറ്റിമീറ്ററോളം GSP ഇട്ട് അതിൻ്റെ മുകളിൽ 3 സെൻറ്റിമീറ്ററോളം ടാറ് നിരത്തി മെറ്റൽ നിരത്തിയാണ് ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ പൊക്കം ഏതാണ്ട് നിലവിലുള്ളതും ഈ 40 സെൻറ്റിമീറ്ററും കൂടി ഏതാണ്ട് 50 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഈ റോഡ് ഉയർച്ച ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ റോഡ് ഇങ്ങനെ ഉയർന്നതോടുകൂടി ഇരു കരകളിലും ജീവിക്കുന്ന ഇരു സ്ഥലങ്ങളിലും ഇരു സൈഡിലും ജീവിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് മഴവെള്ളം അവരുടെ വീട്ടിൽ നിന്ന് താഴേക്ക് പോകേണ്ടിയിരുന്ന മഴവെള്ളം മുഴുവനായി ഇപ്പോൾ ഒന്നുകിൽ റോഡിൽ സൈഡിൽ കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് ഒഴുകി ചെല്ലുകയോ ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകത ആളുകൾ ഇവിടെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് ഗ്രാമീണ റോഡ് എന്ന് പറഞ്ഞപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുന്ന BM&BC റോഡാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ റോഡിൻ്റെ നിർമ്മാണം അവസാനിച്ചപ്പോൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളത് അപ്പുറത്തേക്ക് ഒരു BM&BC നിലവാരത്തിൽ പണിയുന്ന റോഡായിരുന്നില്ല. ഇത് ബേസ്മെൻറ്റ് ക്ലിയർ ചെയ്ത് ഇത് GSP നിർമ്മാണം പൂർത്തീകരിച്ച് GSP നല്ല രീതിയിൽ ബേസ് ചെയ്ത് ഇതിൻ്റെ ടാറ് നവീട്ട് ഇത് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ള രീതിയായിരുന്നു ഈ PNGSYയുടെ മുഴുവൻ റോഡുകളിലും ഉള്ളത് ആ തരത്തിലുള്ള നിർമ്മാണ രീതിയാണ്. പക്ഷേ ജനങ്ങൾ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വലിയൊരു ദുരവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം ഇതിൻ്റെ DPRൽ പറഞ്ഞിരിക്കുന്നത് 75% വസ്തുവകകൾ പഴയ വസ്തുവകകൾ ഈ റോഡിൽ ഉപയോഗിച്ചിരുന്ന വസ്തുവകകൾ ഉപയോഗിക്കാമെന്നുള്ളതാണ്. 75% മിനിമം വേണമെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു അവസ്ഥ കൂടി DPR ഉൾപ്പെട്ടിട്ടുണ്ട്. DPRൽ പങ്കെടുക്കുന്നതിലോ DPR ഉണ്ടാക്കിയാലോ ഒന്നും കൂവപ്പടി ഗ്രാമപഞ്ചായത്തിനോ പഞ്ചായത്ത് മെമ്പർമാർക്കോ ഒന്നും യാതൊരു ഉത്തരവാദിത്വമോ യാതൊരു ബാധ്യതയോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനമോ നടത്താൻ സാധിച്ചിട്ടില്ല. അതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് PNGSYയുടെ എറണാകുളം ജില്ലാ ഓഫീസും തിരുവനന്തപുരത്തുള്ള അവരുടെ സെൻട്രൽ ഓഫീസും കൂടി ചേർന്നാണ്. ഇപ്പോൾ ഈ പണി പൂർത്തീകരിക്കുന്ന വേളയിൽ വന്നപ്പോൾ ഈ റോഡിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന കട്ടകൾ അതായത് കോൺക്രീറ്റിൻ്റെ മറ്റ് ടൈലുകൾ പാവിയിരുന്ന ടൈലുകൾ അത് എടുത്തു മാറ്റിയിരുന്നു. ഇപ്പോൾ ആ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് ചിലയിടങ്ങളിൽ ആ ടൈൽ തന്നെ ഇപ്പോൾ പാകുന്ന ഒരു രീതി വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ മൊത്തത്തിൽ അതിനെതിരാണ്. അത് തടഞ്ഞിരിക്കുകയാണ്. കാരണം അത് പഴയ വസ്തുക്കളാണ് എന്ന് ആണ് നമ്മൾ തടഞ്ഞിരിക്കുന്നത്. പക്ഷേ DPRൽ പറഞ്ഞിരിക്കുന്നു പഴയ വസ്തുക്കൾ 75%-ലധികം ഈ റോഡിൽ കിടന്ന പഴയ വസ്തുക്കൾ ഉപയോഗിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമപരമായി അവർ പറയുന്നത് ഇതിൻ്റെ PNGSY ഓഫീസർമാർ പറയുന്നത് നിയമപരമായിട്ട് അത് ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ പഴയ വസ്തുക്കളായതുകൊണ്ട് നാട്ടുകാർ സമ്മതിക്കുന്നുമില്ല. സ്വാഭാവികമായിട്ട് പഴയ വസ്തുക്കൾ ഉപയോഗിച്ച പുതിയ റോഡ് നിർമ്മാണ രീതിയോട് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിനും അഭിപ്രായമില്ല. കാരണം അത് ഒരു കാര്യമായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷേ അത് DPRൽ അത് കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു. ന്യൂസ് ബ്യൂറോ കൂവപ്പടി.